ഇന്ന് 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീനഗറിൽ നടക്കുന്ന യോഗാ ദിനാചരണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ദാൽ തടാകത്തിന് സമീപം ഷെർ-ഇ-കശ്മീർ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യോഗാ ദിനാചരണ പരിപാടി. 4000-ലേറെ പേർ പ്രധാനമന്ത്രിക്കൊപ്പം യോഗ ചെയ്യും. യുവ മനസ്സുകളിലും ശരീരത്തിലും യോഗയുടെ ആഴത്തിലുള്ള സ്വാധീനം വളർത്തുകയാണ് ഈ വർഷത്തെ പരിപാടിയുടെ ലക്ഷ്യം. വിവരങ്ങളുമായി കൊണാട്ട് പ്ലേസിൽ നിന്ന് എസ് നന്ദഗോപനും ശ്രീനഗറിൽ നിന്ന് ഗൗതവും ചേരുന്നുണ്ട്. ആദ്യം ഗൗതത്തിലേക്കാണ്. ഗൗതം, ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ് SKICCയിൽ നടക്കുന്ന പ്രധാന പരിപാടി അന്താരാഷ്ട്ര യോഗാ ദിനാചരണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം യോഗ ചെയ്യാൻ 4000-ഓളം പേർ എത്തിച്ചേർന്നിരിക്കുന്നു മനസ്സിലാകുന്നു. എപ്പോഴാണ് ആരംഭിക്കുക യോഗയുമായി ബന്ധപ്പെട്ട്? യോഗയിലൂടെ ലോകത്തെ ഒന്നിപ്പിച്ച് നമ്മുടെ പ്രധാന സേവകന്റെ യോഗാ ദിനാചരണവുമായി ബന്ധപ്പെട്ട പരിപാടിയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഗൗതം? ലക്ഷ്മി, വ്യക്തിക്കും സമൂഹത്തിനും യോഗ എന്നതാണ് 10ാം അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെമ്പാടും ആചരിക്കുമ്പോൾ രാജ്യത്തും ഈ യോഗാ ദിനാചരണം വലിയ സമുചിതമായി തന്നെ ആഘോഷിക്കുന്നു. ഡൽഹിയിൽ വിവിധ മന്ത്രാലയങ്ങൾ കേന്ദ്രീകരിച്ച് യോഗാ ദിന ആചരണം നടക്കുന്നു. അതേപോലെ തന്നെ വിവിധ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ, സ്വകാര്യ സ്ഥാപനങ്ങളിലും യോഗാ ദിനാചരണം നടക്കുന്നുണ്ട്. സന്യാസി മഠങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ച് ഇതിനോടകം തന്നെ ഈ യോഗ ആരംഭിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ മറ്റ് പാർക്കുകളിലും അതേപോലെ തന്നെ ജനങ്ങൾ കൂടുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഈ യോഗ പരിശീലനം അല്ലെങ്കിൽ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള യോഗാ പ്രദർശനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊണാട്ട് പ്ലേസിലാണ്. അവിടെ ഡൽഹി മുനിസിപ്പൽ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് യോഗാ ദിനാചരണം ആഘോഷിക്കുന്നത്. ഏതാണ്ട് ഒരു 100 ആൾക്കാർ ഈ ഒരു യോഗാ ദിനാചരണത്തിന്റെ ഭാഗമാകുന്നുണ്ട്. കശ്മീർ മുതൽ കന്യാകുമാരി വരെ യോഗാ ദിനാചരണ പരിപാടികൾ അത് രാഷ്ട്രത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും പ്രതീകമായാണ് രാജ്യം കാണുന്നത്. അതിനാൽ തന്നെയാണ് ഭാരതം മുന്നോട്ട് വെച്ച ആശയം ലോക രാജ്യങ്ങൾ ഏറ്റെടുത്തതും UN അടക്കം അത് ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നതും. ഡൽഹിയിൽ വിവിധയിടങ്ങളിൽ JP നദ്ദ, BJPയുടെ ദേശീയ അധ്യക്ഷനടക്കം അതേപോലെ തന്നെ വിവിധ MP മാർ, ജനപ്രതിനിധികൾ ഓരോ ഇടങ്ങളിലായി കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ യോഗാ ദിനാചരണങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. JP നദ്ദ വസന്ത് വിഹാറിലെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഡൽഹിയിലെ 7 MP മാരും വിവിധ പാർക്കുകൾ, അവരുടെ മണ്ഡലങ്ങളിലെ വിവിധ പാർക്കുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള യോഗാ ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു. സജീവമായ ആഘോഷം തന്നെയാണ് വിവിധ മന്ത്രാലയങ്ങളിലടക്കം സംഘടിപ്പിച്ചിട്ടുള്ളത്. മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ അതിന് നേതൃത്വം നൽകുന്നു. അതേപോലെ തന്നെ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ മന്ത്രാലയങ്ങളിൽ മുതിർന്ന യോഗ ആചാര്യന്മാരെ ക്ഷണിച്ചു വരുത്തി അവരെ ആചരിക്കുന്ന ചടങ്ങുകൾ കൂടി ഇതിന്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ളതാണ്. ഈ വിവിധ പാർട്ടികൾ കേന്ദ്രീകരിച്ചും അതേപോലെ തന്നെ വിവിധ യുവജന സംഘടനകൾ അങ്ങനെ സമസ്തരും യോഗ ദിനാചരണത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. 2014 ഡിസംബർ 11 ഭാരതത്തിന്റെ സ്ഥിരം പ്രതിനിധി അശോക് മുഖർജി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമയത്തിലെ ഒരു പ്രമേയത്തിൽ കരട് അവതരിപ്പിച്ചുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തുടക്കങ്ങളാകുന്നത്. അതിനു മുമ്പ് പ്രധാനമന്ത്രി തന്റെ UN പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഈ യോഗാ ദിനാചരണം എന്നുള്ള ആശയം 177 അംഗരാജ്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ആചരിക്കുകയായിരുന്നു. സ്വാഭാവികമായും യോഗ ലോകരാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഭാരതത്തിനും ഏറെ പറയുവാനുണ്ട്, അല്ലെങ്കിൽ ഏറെ അഭിമാനിക്കാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ഭാരതത്തിന്റെ പാരമ്പര്യമാണ് യോഗ. ഒരു പക്ഷേ ഈ പാശ്ചാത്യ രീതിയിലുള്ള വ്യായാമങ്ങളൊക്കെ വന്ന യോഗയെ ഒന്ന് സൈഡ് ലൈൻ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മൾ ഈ പറഞ്ഞതിൽ മുൻകൈ എടുത്തത്. ഒരു പക്ഷേ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ഈ 10ാമതും ആചരിക്കുമ്പോൾ നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാം നമ്മുടെ പ്രധാന സേവകനാണ് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്നൊരു. പക്ഷേ 2015 മുതൽ നമുക്കറിയാം ഡൽഹിയിലെ കർത്തവ്യപഥിലുമൊക്കെ അദ്ദേഹം ഈ യോഗാ ദിനാചരണവുമായി ബന്ധപ്പെട്ട പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്, അധ്യക്ഷനായിട്ടുണ്ട്. ഒപ്പം തന്നെ UN ആസ്ഥാനത്തും യോഗാ ദിന പരിപാടികൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ യോഗ നമുക്കും സമൂഹത്തിനും എന്നുള്ള ഒരു ആശയവുമായി ബന്ധപ്പെടുത്തി 10ാമത് യോഗാ ദിനാചരണം, അന്താരാഷ്ട്ര യോഗാ ദിനാചരണം അത് ആചരിക്കുമ്പോൾ അങ്ങനെ യോഗയിലൂടെ ലോകം ഒന്നിക്കുന്നു വീണ്ടും എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും ലക്ഷ്മി, ആഗോളതലത്തിൽ ഒരു അവബോധം സൃഷ്ടിക്കുക എന്ന് തന്നെയാണ് ഈ അന്താരാഷ്ട്ര യോഗാ ദിനം
ദിനാചര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോഗയുടെ ഈ ആരോഗ്യ നേട്ടങ്ങളെ കുറിച്ച് ലോകമെമ്പാടുമുള്ള ആളുകളെ ബോധവൽക്കരിക്കുക എന്ന് തന്നെയാണ് ഈ ഒരു ദിനം ലക്ഷ്യമിടുന്നത്. ഇത് യോഗ ഓരോരുത്തരുടെയും ദിനചര്യത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ ഭാഗമാകുക. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് യോഗ അവരുടെ ജീവിതത്തിന്റെ ഒരു ശരിയാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ്. അതിലൂടെ ഒട്ടനവധി ഗുണങ്ങൾ, അതായത് ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്നതിലേക്ക് കടക്കുമ്പോൾ അവിടെ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല, ഒരു രാഷ്ട്രം മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ജൈത്രയാത്രയിൽ ആരോഗ്യപരമായ ഒരു യുവ തലമുറ അത് അനിവാര്യമാണ്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇത്തരമൊരു ആശയം UN-ൽ അവതരിപ്പിക്കുന്നത്. അത് ലോക രാജ്യങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ യോഗ പോലുള്ള അത്തരം കായികപരമായിട്ടുള്ള പരിശീലനങ്ങൾക്ക് സാധിക്കുമെന്നുള്ള യാഥാർത്ഥ്യം കൂടി ഇതിനപ്പുറമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, കുട്ടികളിലടക്കം ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനും അതേപോലെ തന്നെ യുവാക്കളിലാണെങ്കിലും ഈ തൊഴിലിടങ്ങളിലൊക്കെ ആണെങ്കിലും മാനസിക സമ്മർദ്ദങ്ങളിലൊക്കെ തന്നെ അതിജീവിക്കുവാൻ യോഗയ്ക്ക് കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ യോഗാ ദിനാചരണം ഇത്രമേൽ ഭാരതം പ്രോത്സാഹിപ്പിക്കാൻ കാരണം. ഈ ഉത്കണ്ഠയും വിഷാദരോഗവും ഒക്കെ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഇത്തരം യോഗ പരിശീലനം അത് ലോകരാജ്യത്തെ മുഴുവൻ പൗരന്മാരിലേക്കും ഭാരതത്തിനുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ. ഭാരതം ചിന്തിക്കുന്നത് കണക്ക്, ഭാരതീയർ പ്രാർത്ഥിക്കുന്നത് കണക്ക് ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലെ മുഴുവൻ ചരാചരങ്ങൾക്കും സുഖം ഭവിക്കണമെന്നുള്ള ആശയം മുൻനിർത്തി യോഗ ലോകത്തിലേക്ക് ഭാരതം തുറന്നു നൽകി. അതാണ് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് ലോകം മുഴുവൻ ആചരിക്കുന്നത്. മാത്രമല്ല, ഈ സമൂഹവുമായിട്ടുള്ള ഒരു ഐക്യവും പൊരുത്തപ്പെടലും ഒക്കെ തന്നെ ഈ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്നവർ ഇപ്പോൾ ഡൽഹിയിലെ ഈ കണാട്ട് പ്ലേസിൽ നടക്കുന്ന ഡൽഹി മുനിസിപ്പൽ കൗൺസിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ തന്നെ വിവിധ ദേശങ്ങളിൽ നിന്നുമുള്ളവരാണ് പങ്കെടുക്കുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ഐക്യം വളർത്തുവാനും ഒരു കൂടിച്ചേരലുകൾ ഉണ്ടാകാനും ഒക്കെ തന്നെ ഈ ഒരു അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ഭാഗമാകുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ലോകത്ത് വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ യോഗാ ദിനാചരണവുമായി ബന്ധപ്പെട്ട് വരെയുള്ള ഇപ്പോൾ കൊണാട്ട് പ്ലേസിൽ തന്നെ പ്രായഭേദമന്യേ ഒരുപക്ഷെ അവരിൽ പലരും ദിവസവും യോഗ ചെയ്യുന്നവരായിരിക്കും. ഒരു കുഞ്ഞു മിടുക്കി ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. വളരെയധികം ഹാപ്പിയായി ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് മുതിർന്നവർക്ക്. ഒപ്പം തന്നെ നന്ദൻ തുടരുക. ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് ഗൗതം കൂടി ചേരുന്നുണ്ട്. ഗൗതം, SKICC-യിൽ നടക്കുന്ന 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടി പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം സദസ്സിനെ അഭിസംബോധന ചെയ്ത് ഈ ദിവസത്തിന്റെ പ്രാധാന്യം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഗൗതം? ലക്ഷ്മി, 10ാം അന്താരാഷ്ട്ര യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി ഇത്തവണ നേതൃത്വം കൊടുക്കുന്നത് ജമ്മു കശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറിൽ നിന്നാണ് എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. നമുക്കറിയാം, മുൻപ് ജമ്മു കശ്മീരിൽ ഇത്തരം ഒരു പരിപാടി മുൻകാല കശ്മീരിന്റെ ചരിത്രം പരിശോധിച്ചാൽ നടത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം, സാമൂഹിക അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് ജമ്മു കശ്മീരിന്റെ പ്രത്യേക അധികാരം ആർട്ടിക്കിൾ 370 കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ മരവിപ്പിക്കുന്നത്. അതിനുശേഷം ജമ്മു കശ്മീരിന്റെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം മാറുന്നതിന്റെ കൂടി ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് നമുക്ക് അല്പസമയത്തിനകം ജമ്മു കശ്മീരിൽ നിന്നും കാണാൻ സാധിക്കുന്ന ദൃശ്യങ്ങൾ. ഇപ്പോൾ ചെറിയ തോതിൽ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് ശ്രീനഗറിൽ. ഈ ഒരു സാഹചര്യത്തിലാണ് ചെറിയ കാലതാമസം ഈ പൊതുപരിപാടി ആരംഭിക്കുന്നതിനായി ഉണ്ടാകുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഈ ഡാൽ തടാകത്തിന് സമീപത്ത് ഒരുക്കിയിട്ടുള്ള ഇന്റർനാഷണൽ സെന്ററിലേക്ക് എത്തും. അവിടെയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ യോഗാ ദിനാചരണം നടക്കുന്നത്. നമുക്കറിയാം, 2014 UN ജനറൽ അസംബ്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസംഗം, അതിൽ യോഗയുടെ പ്രാധാന്യം എന്താണ് എന്നത് സംബന്ധിച്ച് ലോകത്തിന്റെ കണ്ണു തുറക്കാൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ സഹായകമായി എന്നതാണ് ചരിത്രം. 2014 അദ്ദേഹം സംസാരിക്കുമ്പോൾ യോഗ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനിവാര്യമായ ഘടകമാണെന്നും അത് കേവലം ഒരു വ്യായാമമല്ല, മറിച്ച് മനസ്സും ശരീരവും ഒക്കെ തമ്മിലുള്ള ഒരു ഒത്തുചേരലാണ് എന്ന കൃത്യമായ സന്ദേശം ലോകത്തിന് പകർന്നു നൽകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇതേ തുടർന്നാണ് പിന്നീട് UN തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ജൂൺ മാസം 21 എല്ലാ വർഷവും അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കണമെന്നത് സംബന്ധിച്ചുള്ള
നിർദ്ദേശം, ആഹ്വാനം പ്രധാനമന്ത്രിയുടെ വാക്കുകളിലൂടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് UN അതിന്റെ അംഗരാജ്യങ്ങൾക്ക് നൽകിയത്. അങ്ങനെ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന യോഗ എന്ന സന്ദേശത്തിന് കീഴിൽ ഏതാണ്ട് 177 രാഷ്ട്രങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര യോഗാ ദിനം കഴിഞ്ഞ 10 വർഷമായി ആചരിക്കുന്നു എന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഘടകമാണ്. അതിനാൽ ഇന്നത്തെ ദിവസവും ഇപ്പോൾ 10 വർഷങ്ങൾ ഏതാണ്ട് പൂർത്തിയാകുന്നു. നമുക്കറിയാം ദേശീയ തലത്തിൽ ഒരു സർക്കാർ അധികാരത്തിലേറിയിട്ടും 10 വർഷം പൂർത്തിയാകുന്നു. ഇതിപ്പോൾ 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടമാണ്. അങ്ങനെ മോദി സർക്കാർ 2014 അധികാരത്തിലേറിയ ഘട്ടത്തിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന സന്ദേശം തന്നെ ഉയർന്നു വരുന്നത്. പിന്നീട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അദ്ദേഹം UN അസംബ്ലിയിൽ സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും ലോകരാഷ്ട്രങ്ങൾ പ്രചോദനം ഉൾക്കൊള്ളുകയും അങ്ങനെ ഈ ദിനം അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറെടുക്കുകയും ചെയ്തു. ഇത്തവണയും 177ഓളം രാഷ്ട്രങ്ങളിൽ ഭാരതത്തിനൊപ്പം യോഗാ ദിനാചരണം നടക്കുന്നു എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. എന്തായാലും ശ്രീനഗറിൽ ഈ മഴ അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചെറിയ താമസമുണ്ടാകുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിൽ നിന്നുള്ളതാണ്. എല്ലാ വർഷവും ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ CPയിൽ ഈ കാണുന്ന രീതിയിലുള്ള യോഗാ ദിനാചരണം നടക്കുന്നു. ഒപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ യോഗാ ദിനാചരണം ഈ കാലത്ത് തന്നെ ആരംഭിച്ചിരിക്കുന്നു. സൂര്യോദയത്തിന് മുൻപ് തന്നെ നമുക്ക് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ജനങ്ങൾ, പ്രായഭേദമന്യേ ജനങ്ങൾ യോഗ ആചരിക്കുന്നതിനായി മൈതാനങ്ങളിലേക്കും മറ്റ് ഓഡിറ്റോറിയങ്ങളിലേക്കും ഒക്കെ എത്തുന്ന കാഴ്ച നമുക്ക് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരും അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരും യോഗാ ദിനാചരണത്തിന് നേതൃത്വം കൊടുക്കുന്നു. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം ആരംഭിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണർ യോഗാ ദിനാചരണ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അതോടൊപ്പം ഹരിദ്വാർ ആണ് വളരെ ശ്രദ്ധേയമാകുന്ന മറ്റൊരു ഇടം. നമുക്കറിയാം യോഗാ ഗുരു ബാബ രാംദേവിന്റെ ആശ്രമം, പതഞ്ജലി ആശ്രമം നിലകൊള്ളുന്നത് ഗംഗയുടെ തീരത്തുള്ള ഹിന്ദുക്കളുടെ തീർത്ഥാടന കേന്ദ്രമായ ഹരിദ്വാറിലാണ്. രാവിലെ യോഗാ ഗുരു ബാബ രാംദേവിന്റെ നേതൃത്വത്തിൽ ഹരിദ്വാറിൽ യോഗാ ദിനാചരണത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒപ്പം ജമ്മു കശ്മീരിലും സിയാച്ചിൻ പോലെയുള്ള സൈനിക മേഖലകളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ സൈനിക താവളമാണ് സിയാച്ചിൻ. അവിടെ നമ്മുടെ സുരക്ഷാ ഭടന്മാർ അവരിപ്പോൾ യോഗാ ദിനം ആചരിക്കുന്നുണ്ട്. ഒപ്പം ഉൾക്കടലിൽ സുരക്ഷയുടെ ഭാഗമായി വിന്യസിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ യുദ്ധ കപ്പലുകൾക്ക് മുകളിൽ നേവിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം നടക്കുന്നു. അങ്ങനെ സമസ്ത മേഖലകളിൽ എല്ലാ സ്ഥലങ്ങളിലും പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരമുള്ള ഈ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടക്കുന്നു. അങ്ങനെ രാഷ്ട്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മളിപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഡൽഹി കൊണാട്ട് പ്ലേസിൽ വളരെ അച്ചടക്കത്തോടു കൂടി പ്രായഭേദമന്യേ നമുക്കതിൽ വളരെ പ്രായമുള്ളവർ മുതൽ കുഞ്ഞു കുട്ടികളെ വരെ കാണാൻ സാധിക്കും. അങ്ങനെ ആ യോഗ മനുഷ്യന് നൽകുന്ന ഒരു അച്ചടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഡൽഹിയിൽ, മറുഭാഗത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അങ്ങനെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ ഇന്നിപ്പോൾ യോഗാ ദിനാചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ലക്ഷ്മി. യെസ് ഗൗതം, പ്രത്യേകിച്ച് ഈ ജമ്മുകശ്മീരിൽ നടക്കുന്ന പരിപാടിയുടെ പ്രാധാന്യം, ഒന്ന് പ്രധാനമന്ത്രിയായി 3ാമതും ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം എത്തുന്ന ആദ്യ ജമ്മുകശ്മീർ സന്ദർശനം. മാത്രമല്ല ജമ്മുകശ്മീർ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് യുവതയ്ക്ക് ഏറ്റവും ആവശ്യമായ ഈ പറഞ്ഞതുപോലെയാണ് യോഗ നൽകുന്ന ഗുണങ്ങൾ. അതിൻ്റെ കൂടെ ഭാഗമാണല്ലോ യുവജന ശാക്തീകരണം മുൻനിർത്തി ഇന്നലെ വൈകുന്നേരം SKICCയിൽ എംപവറിംഗ് യൂത്ത് ട്രാൻസ്ഫോമിംഗ് ജമ്മു ആൻഡ് കശ്മീർ എന്ന പരിപാടി ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി അതിലും പങ്കെടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല എത്രയോ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സമൂഹ മാധ്യമങ്ങളുടെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം വീഡിയോകൾ, ഈ അനിമേഷൻ വീഡിയോകളൊക്കെ പങ്കുവയ്ക്കുന്നുള്ളൂ. ഭദ്രാസനത്തെക്കുറിച്ചുള്ള വീഡിയോ തന്നെ ഏതാണ്ട് 11 ലക്ഷത്തിലധികം പേർ കണ്ട ആ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. അത് തന്നെയാണ്. അതായത് ഈ യോഗാ ദിനാചരണത്തിന് സ്വന്തം നിലയിൽ തന്നെ അതിന് വലിയ പ്രാധാന്യം അദ്ദേഹം നൽകുന്നുവെന്ന് മാത്രമല്ല, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗയെ പറ്റി മറ്റുള്ളവർക്ക് മുന്നിൽ ഈ ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ആളുകൾ പൂർണ്ണമായി സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം അദ്ദേഹം അത് അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും നമുക്കറിയാം പല ആളുകളും വലിയ ഉപദേശകരാകും, പക്ഷെ അവരാരും അത് സ്വന്തം ജീവിതത്തിൽ പകർത്തില്ല. പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെയല്ല. അദ്ദേഹം യോഗാ ദിനാചരണത്തെ പറ്റി
മറ്റുള്ളവർക്ക് മുന്നിൽ അദ്ദേഹം ഈ ആശയം മുന്നോട്ട് വെക്കുമ്പോൾ അദ്ദേഹം ദൈനംദിന ജീവിതത്തിൽ യോഗ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. കാരണം കാലത്ത് സൂര്യോദയത്തിന് മുൻപ് തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ എല്ലാ ദിവസവും ഉണരുന്ന ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ എക്കാലവും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ റൊട്ടീൻ ആരംഭിക്കുന്നത് വെളുപ്പിനെ 3:30-4 മണിക്ക് ഇടയ്ക്കുള്ള സമയത്താണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു കോമ്പൗണ്ടിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ധാരാളം ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി 7 ലോക്ക് കല്യാൺ മാർഗാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി. ആ വസതിയിലെ വിശാലമായ പുൽത്തകടിയിൽ അദ്ദേഹം യോഗ ദൈനംദിനമായി ചെയ്യുന്നു. മാത്രമല്ല അദ്ദേഹം യോഗാ ദിനത്തിൽ തന്നെ പരസ്യമായി കുട്ടികൾക്കൊപ്പവും മറ്റും യോഗ ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള യോഗ ചെയ്യുവാനുള്ള അദ്ദേഹത്തിന്റെ കരുത്ത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ കേവലം ക്ലാസ് എടുക്കലല്ല, മറിച്ച് തന്റെ ജീവിതത്തിൽ അത് ദൈനംദിനമായി ചെയ്തുകൊണ്ട് അതിലൂടെയുള്ള ഗുണം ലോകത്തിന് മുന്നിലേക്ക് വെക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിനാൽ തന്നെ അദ്ദേഹം യോഗ ചെയ്യണം എന്ന് മറ്റുള്ളവർക്ക് ആഹ്വാനം നൽകുമ്പോൾ അത് സ്വാഭാവികമായും എല്ലാവരും ഏറ്റെടുക്കും. കാരണം പറച്ചിൽ മാത്രമല്ല പ്രവൃത്തിയും അവിടെ നിന്നുണ്ട് എന്നുള്ള ആ ഒരു സന്ദേശം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടി അദ്ദേഹം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം അല്ലേ? അതെ, അത് തന്നെയാണ് ലക്ഷ്മി. അതായത് അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അത് ഏറ്റെടുക്കുന്നതിൽ മടിയില്ല. നേരെ മറിച്ചാണെങ്കിൽ ആളുകൾ ചിന്തിക്കും നമ്മളിതെന്തിന് സ്വീകരിക്കണം എന്നൊരു സ്വാഭാവികമായ ചിന്ത കുറച്ചു പേരിലെങ്കിലും ഉണ്ടാകും. പക്ഷെ ഇതങ്ങനല്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിചാരധാരയോട് എതിർപ്പുള്ളവർ പോലും ഇത് സ്വീകരിക്കും. കാരണം അദ്ദേഹം ഇത് ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് ഉണ്ട്. നമുക്കറിയാം അദ്ദേഹത്തിന് ഇപ്പൊ 73 വയസ്സുണ്ട്. ഈ 73 വയസ്സിലും യുവാക്കൾക്കുള്ള അതേ കരുത്താണ് അദ്ദേഹത്തിന്. ഒരു മോദി ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന രീതിയിലാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം മുതൽ അദ്ദേഹത്തിന്റെ ഓരോ കാര്യത്തിലുമുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതികൾ. അപ്പോൾ അതെല്ലാം സ്വാഭാവികമായിട്ടൊരു ബ്രാൻഡായി മാറിയിരിക്കുന്നു. അപ്പോൾ ആ മോദി ബ്രാൻഡിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം അദ്ദേഹത്തിന്റെ അച്ചടക്കമുള്ള ജീവിത രീതി തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതിനാലാണ് ഈ 73-ാം വയസ്സിലും അദ്ദേഹം കരുത്താർജിച്ച ഒരു യുവത്വത്തിന്റെ പ്രതീകമായി നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. അപ്പോൾ സ്വാഭാവികമായും പ്രധാനമന്ത്രി യോഗയ്ക്ക് അത്രത്തോളം പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ്. അതിനാൽ അദ്ദേഹം അധികാരം ലഭിച്ച കാലഘട്ടത്തിൽ തന്നെ 2014 തന്നെ UN സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യം പൊതുസമൂഹത്തോട് സൂചിപ്പിച്ചു. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലാണ് വെച്ചത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം യോഗ ഭാരതത്തിൻ്റെതാണ്. നമ്മുടെ പൂർവ്വസൂരികർ, നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് പകർന്നു നൽകിയതാണ് യോഗ. അത് ഭാരതത്തിൽ മാത്രമല്ല, അത് ലോകത്തിന് തന്നെ അത് പകർന്നു നൽകുക എന്ന ദൗത്യമാണ് നരേന്ദ്രമോദി ഏറ്റെടുത്തത് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. അങ്ങനെ ലോകം മുഴുവൻ ഇന്നിപ്പോൾ യോഗാ ദിനാചരണം ഭാരതത്തിന്റെ ആഹ്വാനപ്രകാരം, നമ്മളുടെ സന്ദേശപ്രകാരം ആചരിക്കുന്നു എന്നതാണ് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇപ്പോൾ BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഡൽഹിയിലാണ് യോഗാ ദിനാചരണത്തിന്റെ ഭാഗമാകുന്നത്. രാവിലെ തന്നെ അദ്ദേഹത്തിനൊപ്പവും നിരവധി ആളുകളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രഭാതത്തിൽ തന്നെ യോഗാ ദിനാചരണം വളരെ സജീവമായി ഈ ഘട്ടത്തിലും നടക്കുന്നു. ഇതിൽ വളരെ ശ്രദ്ധേയമായി മറ്റൊന്നുകൂടി പറയേണ്ടത്, ഉത്തരഭാരതത്തിൽ അതികഠിനമായ ഉഷ്ണതരംഗമാണ്. ഏതാണ്ട് 53-54 ഡിഗ്രി ചൂടാണ് പല സംസ്ഥാനങ്ങളിലും ഉള്ളത്. അതികഠിനമായ കാലാവസ്ഥയിൽ ജനങ്ങൾ സാധാരണ ഇത്തരം പരിപാടികളിലൊന്നും പങ്കെടുക്കുന്നില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി. കാരണം അത്രത്തോളം ഭീകരമായ ചൂടായതിനാൽ രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് മനുഷ്യർക്ക് ഇറങ്ങാൻ പറ്റാത്ത അന്തരീക്ഷത്തിലുള്ള ചൂടാണ്. പക്ഷെ ആ പ്രതികൂലമായ കാലാവസ്ഥയെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് ആളുകൾ ഇത്രത്തോളം ജനക്കൂട്ടം, അതും കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ യോഗ ആചരിക്കുന്നതിനായി മൈതാനങ്ങളിലേക്ക് എത്തുന്നു. സ്വാഭാവികമായും അത് വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഈ ഘട്ടത്തിൽ വിശേഷിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഉത്തരേന്ത്യയിലെ കടുത്ത ചൂട് മാത്രമല്ല, ജമ്മു കശ്മീരിൽ നടക്കാൻ പോകുന്ന ഈ അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടി, അവിടെ ഗൗതം പറഞ്ഞനുസരിച്ച് ചാറ്റൽ മഴയാണ്. അങ്ങനെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ വകവെക്കാതെ ആളുകൾ പുലർച്ചെ തന്നെ അത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ്, പ്രധാനമന്ത്രി അത് വെറുതെ അങ്ങോട്ട് ആഹ്വാനം ചെയ്യുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കി എത്രയോ കാലങ്ങളായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്നു കൂടിയായിരിക്കും.
അത്രയും പ്രാധാന്യത്തോടെ ആളുകൾ ലോകമെമ്പാടും അത് എടുത്തു പറയണം, അത് ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യമുള്ളത്. അത് പ്രമുഖർ മുതൽ പറഞ്ഞതുപോലെയാണ് കേന്ദ്രമന്ത്രിമാർക്ക് ചെറിയ കുഞ്ഞുങ്ങൾ വരെ അത് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഗൗതം, ഈ ഒരുപക്ഷെ ആരോഗ്യമുള്ള ജീവിതത്തിന് ഇത്തരത്തിൽ വ്യായാമം പോലെ തന്നെ ആഹാരവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകത, അത് യുവാക്കളിൽ ഉൾപ്പെടെ നമുക്കറിയാം. മില്ലറ്റ്സ് പോലുള്ള ഈ ചെറു ധാന്യങ്ങളുണ്ടല്ലോ, ശ്രീ അന്ന എന്നുകൂടി അറിയപ്പെടുന്ന, അതിൻ്റെ പ്രൊമോഷൻ കൂടി പ്രധാനമന്ത്രി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടത്തുന്നുണ്ട്. അദ്ദേഹം ഈ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞിരുന്നു യോഗ നമ്മുടെ പാരമ്പര്യമാണ്, ഒപ്പം തന്നെ മില്ലറ്റ്സ് അത് ഒരു വളരെ ആരോഗ്യകരമായ ഒരു രാഷ്ട്രത്തെ വളർത്തിയെടുക്കുന്നതിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും പങ്കിനെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ വ്യതിയാനം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഘോരം പ്രസംഗിക്കുന്നവർ, കൺവെൻഷനുകളൊക്കെ നടത്തുന്നവരുണ്ടാകാം. അതിനപ്പുറത്തേക്ക് പ്രാവർത്തികമാക്കുന്നത് എങ്ങനെ, അതിനെ അതിജീവിക്കുന്നത് എങ്ങനെയെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു തരികയാണ്. മാത്രമല്ല ഈ മില്ലറ്റ്സിൻ്റെ അതിങ്ങനെ വർദ്ധിച്ചു വരുന്നൊരു ആവശ്യമുണ്ട്. അത് പ്രധാനമന്ത്രി അത് മുൻകൈയെടുത്തത് നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ചെറുകിട കർഷകരെ കൂടി അത് സഹായിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അങ്ങനെ യോഗ മുതൽ ധാന്യങ്ങൾ വരെ ഭാരതത്തിന്റെ സമ്പത്ത് എന്തൊക്കെയോ അത് ലോകത്തിന് മുന്നിലേക്ക് അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അത് തന്നെ, അതായത് ലക്ഷ്മി, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർവ്വസൂരികളിൽ നിന്നും നമുക്ക് പകർന്ന് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്ന ദൗത്യം സ്വയമായി ഏറ്റെടുത്തിരിക്കുന്ന ഒരു നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലക്ഷ്മി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ മില്ലറ്റ്സുമായി ബന്ധപ്പെട്ടും അതിന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അദ്ദേഹം നൽകിയിട്ടുള്ള പ്രാധാന്യം, അടുത്തിടെ ഏതാണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ലോകത്തിലെ എല്ലാ തീന്മേശകളിലും ഭാരതത്തിന്റെ ഒരു ഭക്ഷണ പദാർത്ഥം ആ തീന്മേശകളിൽ ഉണ്ടാകണം, അതാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നു. സ്വാഭാവികമായും അതിലൂടെ എന്താണ് പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തമാണ്. ഈ ഭാരതത്തിൽ നിലനിൽക്കുന്ന ഓരോ കാര്യങ്ങൾ, അത് യോഗ മുതൽ നേരത്തെ മില്ലറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെയാണെങ്കിലും അതെല്ലാം ലോകത്തിന് പരിചയപ്പെടുത്തുക, അതിലൂടെ ലോകത്തിന് മുന്നിൽ ഒരു വലിയ ശക്തിയായി നമ്മുടെ രാഷ്ട്രത്തെ ഉയർത്തുക എന്ന ലക്ഷ്യമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ കൊണാട്ട് പ്ലേസിൽ നിന്നും അതോടൊപ്പം തന്നെ ഡൽഹിയിലെ തന്നെ മറ്റൊരു സ്ഥലത്ത് BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ യോഗാ ദിനാചരണ പരിപാടികൾ നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ നന്ദഗോപൻ കൂടി ചേരുന്നുണ്ട്. നന്ദൻ, ഇപ്പോൾ BJP ദേശീയ അധ്യക്ഷൻ യോഗാ ദിന പരിപാടിയിൽ പങ്കെടുക്കുന്ന യോഗാസനങ്ങൾ ചെയ്യുന്ന ആ ഒരു ദൃശ്യങ്ങളുണ്ട്. മാത്രമല്ല ലക്നൌവിൽ യോഗി ആദിത്യനാഥ് ഉണ്ട്, ഒപ്പം തന്നെ ഹരിദ്വാറിൽ യോഗാചാര്യൻ യോഗ ഗുരു ബാബ രാംദേവിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ദാൽ തടാകത്തിന് സമീപത്തായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന പരിപാടി, അവിടെ ചെറിയൊരു കാലാവസ്ഥാ മാറ്റം, ഒരു ചാറ്റൽ മഴ ഉള്ളതുകൊണ്ടാണ് പരിപാടി തുടങ്ങാൻ അല്പതാമസം നേരിടുന്നത് എന്ന് നേരത്തെ ഗൗതം പറയുകയുണ്ടായി. എന്തായാലും എല്ലായിടങ്ങളിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകൾ യോഗയിലൂടെ ഒന്നിക്കുന്ന, പ്രായഭേദമന്യേ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ, ഒരുപക്ഷെ ദിവസവും ഇത് അഭ്യസിക്കുന്നവർ വരെ ഒന്നിക്കുന്ന ഒരു സാഹചര്യം. ലക്ഷ്മി, ഉത്തരേന്ത്യയിലെ അതികഠിനമായ ചൂടാണ്. പക്ഷെ ഇപ്പോൾ ഡൽഹിയിലെ അനുകൂലമായ ഒരു സാഹചര്യം, ആ ഒരു മഴ ഇന്നലെ മുതൽ ഇങ്ങനെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് ഡൽഹിയിലും അതേപോലെ തന്നെ ഡൽഹിയുടെ പരിസര പ്രദേശങ്ങളിലും. രാവിലെയും അത്തരത്തിൽ നല്ല ഒരു അന്തരീക്ഷം നൽകിക്കൊണ്ട് പ്രകൃതിയും ഈ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ പ്രകൃതിയും അനുഗ്രഹിച്ചു നിൽക്കുന്നു എന്ന് വേണം പറയാൻ. സാധാരണ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഏതാണ്ട് 30 ഡിഗ്രിക്ക് മുകളിലേക്ക് ചൂടെത്തേണ്ടതാണ്. ഈ ഒരു സമയത്ത് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തേണ്ടതാണ്. സൂര്യൻ അത്ര ജ്വലിച്ചു നിൽക്കുന്ന ഒരു സമയം ഇപ്പോൾ 7 മണി കഴിയുമ്പോഴത്തേക്കും ആ ഒരു അവസ്ഥയാണ് സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഡൽഹിയിൽ അനുഭവപ്പെട്ടത്. എന്നാൽ ഇന്നലെ വൈകുന്നേരം മുതൽ ഒരു അടഞ്ഞ ഒരു അന്തരീക്ഷം, ഒരു കാർമേഘമാകെ മൂടി ഏതു സമയവും മഴ പെയ്യുമെന്നുള്ള ഒരു അവസ്ഥയിൽ മേഘാവൃതമായ ഒരു അന്തരീക്ഷമാണ് ഡൽഹിയിൽ. ആ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ യോഗാ ദിനാചരണം മുന്നോട്ട് പോകുന്നത്. ഈ അത്തരമൊരു സാഹചര്യം ആയതിനാൽ തന്നെ ഈ പാർക്കുകളിലും അതേപോലെ തന്നെ പൊതു ഇടങ്ങളിലും ഒക്കെ തന്നെ കൂടുതൽ ജനങ്ങൾ ഈ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി പങ്കെടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല ഡൽഹിയിലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ യോഗാ ദിനാചരണം നടക്കുന്നു. അതേപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ യോഗാ ദിനാചരണം നടക്കുന്നു. എല്ലാ മന്ത്രാലയങ്ങൾ, ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഓരോ മന്ത്രാലയത്തിലും പ്രത്യേകമായി യോഗാ ദിനാചരണം സംഘടിപ്പിക്കുന്നു. അതേപോലെ തന്നെ സേനാഭവൻ, ഭാരതീയ കരസേനയുടെ ആസ്ഥാനത്തിലും അതേപോലെ തന്നെ വായുസേനയുടെയും നാവികസേനയുടെയും ഒക്കെ തന്നെ ആസ്ഥാന മന്ദിരങ്ങളിൽ
പ്രത്യേകമായി അവിടെ യോഗാ ദിനാചരണം സംഘടിപ്പിക്കുന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ പ്രത്യേക യോഗാ ദിനാചരണം നടക്കുന്നു. മാത്രമല്ല ജമ്മു കാശ്മീരിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്ത്, ഭാരതത്തിന്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ, അവിടെ ഭാരതത്തിന്റെ കരസേന അവിടെ യോഗാ ദിനാചരണം നടത്തുമ്പോൾ ഇവിടെ കടലിൽ നാവികസേന യോഗാ ദിനാചരണം സംഘടിപ്പിക്കുന്നു. സ്ക്യൂബ സംഘം അവിടെ കടലിനടിയിൽ യോഗ സംഘടിപ്പിക്കുന്നു. അങ്ങനെ വലിയ രീതിയിൽ എല്ലാ ഇടങ്ങളിലും ഈ ഒരു അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഒരു പ്രതിഫലനം എല്ലായിടങ്ങളിലും കാണാൻ കഴിയുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ഉത്തർപ്രദേശിലും അതേപോലെ തന്നെ ഗുജറാത്തിലും രാജസ്ഥാനിലും അടക്കം ഉത്തരേന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കന്യാകുമാരി മുതൽ കശ്മീരം വരെ യോഗാ ദിനാചരണം കൊണ്ടാടുന്നു. ഭാരതം മുന്നോട്ട് വെച്ച ആശയം അത് ലോകരാഷ്ട്രങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ലോകത്തിലെ നൂറുകണക്കിന് രാഷ്ട്രങ്ങൾ ഇന്ന് യോഗാ ദിനാചരണത്തിന്റെ ഭാഗമാകുന്നു. ഭാരതം അവർക്ക് വഴികാട്ടിയായി വിശ്വഗുരു എന്ന സ്ഥാനത്തേക്ക് ഉയർന്നു നിൽക്കുന്നതിന് ഒരു ഉദാഹരണം മാത്രമാണ് ഈ ഭാരതം ലോകത്തിന് നൽകിയ യോഗ എന്ന സംഭാവന. ആ യോഗാ ദിനാചരണം ലോകം എമ്പാടും ആഘോഷിക്കുമ്പോൾ, ആ ദിനാചരണം നടത്തുമ്പോൾ നമുക്ക് ഭാരതീയർക്ക് ഏറെ അഭിമാനിക്കാം. സ്വാഭാവികമായും നമ്മൾ മുന്നോട്ട് വെച്ച ആശയം ലോകമെമ്പാടും ഏറ്റെടുത്തു എന്നുള്ളതിൽ ഇനി വരും തലമുറയ്ക്ക് പോലും അതിന് അഭിമാനിക്കാൻ ഇടയുണ്ട്. അതിന് കാരണക്കാരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. ഭാരതം വിവിധ ഭരണത്തലവന്മാർ, വിവിധ പ്രധാനമന്ത്രിമാർ നമ്മെ നയിച്ചു. വിവിധ പ്രധാനമന്ത്രിമാർ UN-ൽ അതേപോലെ തന്നെ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ തന്നെ അവരെത്തി വിവിധ വിഷയങ്ങളെപ്പറ്റി സംസാരിച്ചപ്പോഴൊന്നും ഇത്തരമൊരു ആശയം അവരിൽ നിന്നും ആരിൽ നിന്നും ഉതിർന്നില്ല. മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UN-ൽ നടത്തിയ ഈ ആശയം, അതായത് മനുഷ്യന്റെ ശാരീരികവും മാനസികവും സാംസ്കാരികവുമായ ഉന്നതിയാണ് ഒരു രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് മുതൽക്കൂട്ടാകുക എന്നുള്ളത് കൃത്യമായി പ്രധാനമന്ത്രി ലോകരാഷ്ട്രങ്ങളെ ധരിപ്പിച്ചു. യോഗ മാത്രമാണ് അതിന് പ്രതിവിധി എന്നുള്ളത് കൃത്യമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഒരു മനുഷ്യന്റെ ശാരീരികമായി മാത്രമല്ല മാനസികമായിട്ടും എല്ലാ തരത്തിലുള്ള സമ്മർദ്ദങ്ങളെയും അതിജീവിക്കുവാൻ കഴിയുന്ന മറ്റൊരു പരിശീലനം അല്ലെങ്കിൽ മറ്റൊരു മുറയുണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ യോഗ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. പതഞ്ജലി മുനിയിലൂടെയും മറ്റ് മഹാരഥന്മാരിലൂടെയും കടന്നു വന്ന യോഗ ഇന്ന് പല പുതിയ ആചാര്യന്മാരിലേക്ക് എത്തിയപ്പോൾ അതിന്റെ പുതിയ പുതിയ വേർഷനുകൾ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോഴും ഈ യോഗ എന്നുള്ളത്, അല്ലെങ്കിൽ ലോക സമസ്ത സുഖനോ ഭവന്തു, ലോകത്തിന് മുഴുവനും സുഖം ഭവിക്കട്ടെ എന്ന് ആ ഒരു ചിന്താധാരയിലിരുന്ന് ഈ യോഗയിൽ മുഴുകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ആ ഒരു പ്രതിഫലനം അത് ലോകത്ത് എവിടെയും അത് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും യോഗാ ദിനാചരണം ഇങ്ങനെ ഭാരതത്തിൽ കശ്മീരം മുതൽ കന്യാകുമാരി വരെ ആചരിക്കുമ്പോൾ നമുക്ക് ഏറെ അഭിമാനിക്കാനുണ്ട്. Yes.